നമസ്കാരം. കഴിഞ്ഞ വർഷം ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 മലയാള സിനിമകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, സിനിമയുടെ കളക്ഷനോ ക്രിട്ടിക് റിവ്യൂസോ അങ്ങനെ ഒന്നും ഈ ഒരു ലിസ്റ്റിൽ പരിഗണിക്കുന്നില്ല. തികച്ചും പേഴ്സണലായ താല്പര്യം മാത്രം. 10ാമത് ഫെമിനിച്ചി ഫാത്തിമ. ഇത് വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റ് സംസാരിക്കുന്ന വളരെ ചെറിയൊരു സിനിമയാണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ഫെമിനിച്ചി ഫാത്തിമ. 9ാമത് ആലപ്പുഴ ജിംഖാന. ഇതൊരു പ്യുവർ എൻ്റർടൈനറാണ്. ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഒരു പ്യുവർ എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ത്രൂ ഔട്ട് ചിരിച്ച് കണ്ടിരിക്കാൻ കഴിയുന്ന ഒരു സിനിമയായതുകൊണ്ടാണ് ആ സിനിമ ഇഷ്ടപ്പെട്ടത്. 8ാമതായി സർവം മായ. നിവിൻ പോളിയുടെയും ഒപ്പം അജു വർഗീസിൻ്റെയും ഒരു തിരിച്ചുവരവാണ് ഈ സിനിമ. അതിഭയങ്കരമായ സംഭവങ്ങളൊന്നുമില്ല, എങ്കിൽ കൂടി വളരെ ലൈറ്റായിട്ട് കണ്ടിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. കുറേ ക്രിഞ്ചും ക്ലിഷയും ഒക്കെ സിനിമയിലുണ്ട് എങ്കിൽ പോലും. 7ാമത് കളം കാവൽ. ഇത് 7ാമത് വരേണ്ട ഒരു സിനിമയല്ല, അതിനുമെല്ലാം മേളിൽ ലിസ്റ്റിൽ വരേണ്ട ഒരു സിനിമയാണ്. പക്ഷേ പേഴ്സണലായിട്ട് ഈ സിനിമയോട് എനിക്കൊരു പ്രശ്നമുണ്ട്. കാരണം ഈ സിനിമയുടെ കഥ പൂർണ്ണമായും ഞാൻ വളരെ ഡീറ്റെയിൽ ആയി ഇതിന് മുൻപേ കേട്ടിട്ടുണ്ട്. സിനിമയുടെ കഥയല്ല, ഒറിജിനൽ സംഭവത്തിൻ്റെ കഥ. ഒപ്പം ഡഹാഡ് എന്ന ഹിന്ദി സീരീസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഥ ആൾറെഡി അറിയുന്നത് കൊണ്ട് ഇതിൻ്റെ ആസ്വാദനത്തെ അത് വളരെ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് 7ാം സ്ഥാനത്ത് വരുന്നത്. 6ാമത് പൊന്മാൻ. ഇത് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സിനിമയാണ്. ബേസിലിൻ്റെ ക്യാരക്ടർ മാത്രമല്ല, മറ്റ് കഥാപാത്രങ്ങളും കഥയുടെ പല പോയിന്റുകളിലും നമുക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നതുകൊണ്ടാണ് ഈ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. 5ാമതായിട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി. കുഞ്ചാക്കോ ബോബൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ഇതാണോ എന്ന് ചോദിച്ചാൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകും. എന്നാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ വളരെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് കുഞ്ചാക്കോ ബോബൻ ഈ സിനിമയിൽ നടത്തിയിട്ടുള്ളത്. മൊത്തത്തിൽ ഈ സിനിമയുടെ ആ ഒരു ത്രില്ലർ മൂഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 4 തുടരും. മോഹൻലാൽ തിരിച്ചു വന്നു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, പക്ഷേ ആ പഴയ മോഹൻലാലിനെ എവിടെയൊക്കെയോ കാണാൻ കഴിഞ്ഞ ഒരു സിനിമയായിരുന്നു. ഒപ്പം അതിനകത്തെ ഒരു ത്രില്ലിംഗ് ഫാക്ടർ തീർച്ചയായും ആകർഷിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ മേക്കിങ്ങിലും അടിപൊളിയായിട്ടുള്ള ഒരു സിനിമയായിരുന്നു തുടരും. 3 ലോക. ഇത് കാണാത്തവർ കുറവായിരിക്കും. ലോകയുടെ ആ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ലോക 1 ചാപ്റ്റർ 1 വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. കഴിഞ്ഞ വർഷത്തെ അടുത്ത ചാപ്റ്ററുകൾക്കായി തീർച്ചയായിട്ടും കാത്തിരിക്കുന്ന സിനിമ തന്നെയാണ് ലോക. 2ാമതായിട്ട് ഈക്കോ. ഇത് വളരെ ശാന്തമായി തുടങ്ങി ഓരോ നിമിഷവും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു, അല്ലെങ്കിൽ ഇതെങ്ങനെയായിരിക്കും ഈ കഥ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ നൽകിക്കൊണ്ട് ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് സിനിമ തന്നെയായിരുന്നു. അതിൻ്റെ ക്ലൈമാക്സ് നമ്മളെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. ഒരു രോമാഞ്ചം നൽകുന്ന ക്ലൈമാക്സ് നൽകിയ സിനിമയാണ് ഈക്കോ. ഇനി 1ാമത് പറയുന്ന ചിത്രം, അത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പക്ഷേ ആരും അതിന് 1ാം സ്ഥാനം നൽകും എന്ന് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ വർഷത്തെ സിനിമകളിൽ. അത് രേഖാചിത്രമാണ്. ഈ ചിത്രം വളരെ ഫേവറേറ്റായി തോന്നാനുള്ള കാരണം ആ പഴയ സിനിമയുടെ കഥയും അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഈ സിനിമയുടെ കഥയും തമ്മിൽ ബ്ലെൻഡ് ചെയ്ത ഒരു രീതി, അത് ബ്ലെൻഡ് ചെയ്ത് എത്ര മനോഹരമായ ഒരു ത്രില്ലറാക്കി മാറ്റി എടുത്തതിൻ്റെ ഒരു രീതിയാണ് ഏറ്റവും അധികം ഈ സിനിമയിൽ ആകർഷിച്ചത്. അതുകൂടാതെ ഓവറോൾ ഒരു സാറ്റിസ്ഫൈയിങ് ത്രില്ലറാണ് രേഖാചിത്രം. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ വർഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയായി രേഖാചിത്രം മാറുന്നത്.